ഹരിതം TV ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് കൊല്ലവർഷം 1201 ആണ്ട് പുതുവർഷം വന്നു ചേർന്നിരിക്കും. ഒരു വർഷത്തെ ഫലമാണ് പറയുന്നത്. ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിന്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും പ്രധാനമായിരിക്കുന്ന കാര്യം പൂർണ്ണമായ ദൈവാധീനമുണ്ട്. അത് ഏറ്റവും വിജയപ്രദമാണ്. ഉപജയസ്ഥാനം 11ാം ഭാവത്തിന്റെ അധിപൻ ധനസ്ഥാനത്ത് സ്ഥിതി ചെയ്യും. കൂടാതെ അധിക ശനി ദോഷങ്ങളൊന്നും ഉള്ള കാലവുമല്ല. അവസരങ്ങൾ വന്നു ചേരും. വേണ്ട രീതിയിൽ വിനിയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. ഏതെങ്കിലും തരത്തിലുള്ള രോഗാവസ്ഥകളൊക്കെ വന്നാൽ തന്നെ ചികിത്സകളൊക്കെ ഫലിക്കുകയും രോഗങ്ങളൊക്കെ മാറുന്നതിനും സൂചനയുണ്ട്. ഉയർന്ന രീതിയിൽ ഉള്ള ഒരു ജോലി സ്വന്തമാകുന്നതിന് ഈ രാശിക്കാർക്ക് യോഗമുള്ള വർഷമാണ്. അതായത് സാമ്പത്തിക നേട്ടം വന്നു ചേരുമല്ലോ. അപ്പോൾ അതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തൊഴിൽ മാർഗം അനിവാര്യമാണ്. പഠിച്ച വിദ്യക്കനുസരിച്ച് ജോലിക്കായിട്ട് ശ്രമിക്കുന്നവർക്ക് ഒരു ജോലി ലഭിക്കുന്നതിനൊക്കെ ഉള്ള അവസരങ്ങളുണ്ട്. പരമാവധി ശ്രമിക്കുക. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിക്ക് ഈ വർഷം ഒരു പുരോഗതിയൊക്കെ വന്നു ചേരുക. അതായത് സ്വന്തമായിട്ട് ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ആ ബിസിനസ്സിന് പുരോഗതി വന്നു ചേരുക. മറ്റ് ഏതെങ്കിലും തരത്തിൽ ഉൽപാദിത രംഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്കും വ്യാവസായികമായിട്ടോ മറ്റു തരത്തിലൊക്കെ ചെയ്യുന്നവർക്ക് ഒരു പുരോഗതി വന്നു ചേരുന്ന വർഷമാണ്. സഹോദര സ്ഥാനീയരോ സുഹൃത്തുക്കളോ ഒക്കെ സഹായിക്കുവാനായിട്ട് ഉണ്ടാകും. രാശിയുടെ അധിപൻ ശുക്രനാണ്. ആ ശുക്രൻ ഈ ഒരു വർഷത്തിനകം ഇഷ്ടഭാവങ്ങളിലൂടെ 12 രാശികളിലൂടെ കടന്നുപോകും. അതൊരു പ്രത്യേകതയാണ്. ചില ഘട്ടങ്ങളിൽ ചില ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാം. എന്നിരുന്നാലും ചില ഘട്ടങ്ങളിൽ അതുപോലെ ഉയർച്ചയും അഭിവൃദ്ധികളും ഒക്കെ വന്നു ചേരും. ആരോഗ്യം വർദ്ധിക്കുക, തേജസ് വർദ്ധിക്കുക, അങ്ങനെയൊക്കെ സൂചകം. തൊഴിലുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥാനചലനം അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫർ വന്നു ചേരുന്നതിനൊക്കെ സൂചനയുണ്ട്. ഭൂമി സ്വന്തമായിട്ട് വന്നു ചേരുവാൻ യോഗമുണ്ട്. ഭൂമിയുടെ കാരകനായിരിക്കുന്ന ചൊവ്വ ഇഷ്ടഭാവങ്ങളിലൂടെ സഞ്ചരിക്കുന്ന കാലമാണ്. ശത്രുക്കളുടെ മേൽ വിജയം അത് വലിയ കാര്യമാണ്. ഏത് സംരംഭം ചെയ്യുന്നവർ ആയാലും ഏത് ജോലികൾ ചെയ്യുന്നവരായാലും അവർക്ക് ഒരു സ്വാഭാവികമായിട്ട് ശത്രുത ഉണ്ടാകുക സ്വാഭാവികമാണ്. ശത്രുക്കളെ നിഷ്പ്രഭരാക്കുന്നതിനും പ്രവർത്തനത്തിൽ വിജയിക്കുവാനും സാധിക്കും. വിശ്വസ്തതയുള്ള സുഹൃത്തുക്കൾ വന്നു ചേരുവാൻ യോഗമുണ്ട്. പ്രതിസന്ധി ഘട്ടങ്ങളെ അതിജീവിക്കുവാൻ സുഹൃത്തുക്കളോ സഹോദര സ്ഥാനീയരോ മാതാപിതാക്കളോ ഗുരുക്കന്മാരോ ഒക്കെ സഹായിക്കുന്ന ഒരു വർഷമാണ്. സ്വത്ത് അതായത് ധനം സമ്പാദിക്കുന്നതിനുള്ള ഒരു വർഷമാണ് ഈ കൊല്ലവർഷം 1201 ആണ്ട്. നീതിബോധത്തോടുകൂടി പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും. അതായത് നേരായ മാർഗത്തിലൂടെ പ്രവർത്തിക്കുമ്പോൾ തന്നെ ധനം വന്നു ചേരുകയും അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനായിട്ട് സാധിക്കും. നിയമപരമായ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ ഈ വർഷത്തിന്റെ അവസാനമാകുമ്പോൾ അതൊക്കെ മാറുകയും നല്ല വിജയങ്ങൾ വന്നു ചേരും. ഭക്ഷണ കാര്യങ്ങളിൽ വളരെ ജാഗ്രത ആവശ്യമാണ്. അതായത് കൃത്യനിഷ്ഠയോടുകൂടി ഭക്ഷണം കഴിക്കുന്നതും ഏതെങ്കിലും രോഗാവസ്ഥ വന്നാൽ മെഡിസിൻ ഒക്കെ കഴിക്കുന്നതും ഒക്കെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ചെയ്യേണ്ടതാണ്. മത്സര ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുക, വിജയിക്കുക തന്നെ ചെയ്യും. സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് മാറ്റം ആവശ്യമാണ്. ഏത് തൊഴിൽ ചെയ്യുന്നവർക്കായാലും അതായത് സ്വന്തമായിട്ട് ജോലികൾ ചെയ്യുന്നവർ സാഹചര്യത്തിനനുസരിച്ച് വ്യാപാരത്തിന്റെയും വിപണനത്തിന്റെയും ഒക്കെ രീതികൾ മാറ്റിയാൽ അങ്ങനെ മാറ്റാൻ സാധിക്കുന്ന വർഷമാണ്. അതിൽ നിന്ന് കൂടുതൽ ധനലാഭം വന്നു ചേരും. എങ്കിലും അമിതമായ ആത്മവിശ്വാസത്തോടുകൂടി അധിക കടബാധ്യതകൾ വന്നു ചേരാതെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ. മെഡിക്കൽ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും അതിന്റെ അവാന്തര വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് വ്യാപാര വിപണനങ്ങളൊക്കെ ചെയ്യുന്നവർക്കും പുരോഗതികൾ വന്നു. അതുപോലെ തന്നെയാണ് IT മേഖലയിൽ ജോലി ചെയ്യുന്നവർ.
മറ്റ് അധ്യാപകരായാലും ഗവൺമെന്റ് ജീവനക്കാരായാലും ഒക്കെ അവർക്ക് നല്ല ഒരു വർഷമാണ്. സന്തോഷകരമായ ജോലിയിലൊക്കെ ചെയ്യുന്നതിനും അഭിവൃദ്ധികളും വന്നു ചേരും. ഈ നക്ഷത്രക്കാരായിരിക്കുന്നവരുടെ സന്താനങ്ങൾക്കും പൊതുവെ അഭിവൃദ്ധിയുള്ള കാലമാണ്. സന്താന ഭാവത്തിൽ അധിക പാപത്വം ഇല്ല. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും. അലസത വെടിഞ്ഞ് പഠനത്തിൽ ശ്രദ്ധിക്കണം. അലസത ആണ് മുഖ്യ വിഷയമായിട്ട് വരിക. അതായത് ശനിയുടെ ബന്ധം പ്രതിഭാസ്ഥാനത്തേക്കുള്ളതിനാൽ പല വിധത്തിലുമുള്ള അലസതകൾ വന്ന് പഠനത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ വരിക. കൂടുതൽ സമയം പഠനകാര്യത്തിനായിട്ട് അങ്ങനെയുള്ള കാലങ്ങളിൽ മാറ്റിവെക്കേണ്ടതുണ്ട്. അപ്പോൾ ഉദ്ദേശിച്ച രീതിയിൽ മാർക്ക് ലഭിക്കുന്നതിനോ ഉപരിപഠനത്തിന് പ്രവേശിക്കുന്നതിനോ പഠനം പൂർത്തിയാക്കി പുതിയ ഒരു ജോലിയിൽ പ്രവേശിക്കുവാനും ഒക്കെ യോഗമുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യ സമ്പൂർണമായ കാലം. പുതുമയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ സമ്മാനങ്ങളായിട്ട് ലഭിക്കുകയോ അല്ലാതെ വാങ്ങുന്നതിനും വാഹനം വന്നു ചേരുന്നതിനോ ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ ഉല്ലാസയാത്ര പോകുന്നതിനും മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുന്നതിനും ഒക്കെ യോഗമുണ്ട്. ആത്മീയ കാര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനായിട്ട് സാധിക്കും. കൃഷി കാര്യങ്ങൾ ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ മറ്റ് വാഹന സംബന്ധമായ ജോലികൾ ചെയ്യുന്നവർക്കും അഭിവൃദ്ധിയുടെ കാലമാണ്. കലാകാരന്മാരായിരിക്കുന്നവർക്കും പൊതുവെ അഭിവൃദ്ധി ഉണ്ടാകും. അവസരങ്ങൾ വന്നു ചേരുന്നത് വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. എല്ലായ്പ്പോഴും അവസരങ്ങൾ വന്നു ചേരണമെന്നില്ല. വന്നു ചേരുന്ന ധനവും അപ്രകാരം തന്നെയാണ്. ഏറ്റവും പ്രധാനമായിട്ട് ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ശാസ്താവിന് പ്രാർത്ഥിക്കുന്നതും ഒക്കെ ദോഷത്തെ ഇല്ലാതെയാണ്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നത്. കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കണം. താഴെ എൻ്റെ നമ്പർ ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും.